നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് CBI അന്വേഷണം വേണമെന്ന് ഭാര്യ ആവശ്യപ്പെട്ടതോടെ CPM തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ആത്മഹത്യയെന്ന് എഴുതിത്തള്ളാൻ കേരള പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നവീൻ ബാബുവിൻ്റെ മരണം ഒരു കൊലപാതകമാണെന്ന സംശയമാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തെ കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന് പോലും സംശയിക്കുന്നു എന്നാണ് ഭാര്യ നൽകിയ അഫിഡവിറ്റിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കാലം നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ, ആ കുടുംബത്തെ ചേർത്ത് നിർത്തും എന്ന് പറഞ്ഞിരുന്ന CPM സംസ്ഥാന സെക്രട്ടറിയും CPM-ഉം ഇപ്പോൾ അവരുടെ പക്ഷം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് അവരുടെ പക്ഷം? അവർ പറയുന്നത് കൂട്ടിലടച്ച തത്തയാണ് CBI. സുപ്രീം കോടതി എന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് CBIക്ക് കേസ് വിടണമെന്ന കുടുംബത്തിൻ്റെ ആവശ്യത്തോട് തങ്ങൾക്ക് യോജിപ്പില്ല. സംസ്ഥാന പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ വിഭാഗം സമർത്ഥമായി ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഗോവിന്ദൻ്റെ അവകാശവാദം. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, CBIയെക്കുറിച്ച് ഇന്നലെയും അതാണ് അഭിപ്രായം, ഇന്നും അതാണ് അഭിപ്രായം, നാളെയും അതാണ് അഭിപ്രായം. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഭൂതവർത്തമാന ഭാവി കാലങ്ങളിലേക്ക് സംസാരിക്കുന്നത്? ഇവർക്ക് വിശ്വാസം ഭൂതകാലത്താണോ വർത്തമാനകാലത്താണോ വരാനിരിക്കുന്ന ഭാവിയിലാണോ? അത് വ്യക്തമാക്കേണ്ടതാണ്. അപ്പോൾ CBI വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റെടുത്ത കേസാണ് ലാവ്ലിൻ കേസ്. അപ്പോൾ ലാവ്ലിൻ കേസ് CBI ഏറ്റെടുത്തത് കൊണ്ട് ഇന്നലകളിലെ CBIക്ക് എതിരെയുള്ള നിലപാട് ശരിയാണ്. അടുത്ത കാലത്ത് CBI ഏറ്റെടുത്ത നമ്മുടെ കാസർകോട്ടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്. പിന്നെ PJ രാജൻ പ്രതിയായ കേസുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വർത്തമാനകാലത്തും CBI അനഭിമതരാണ്. ഇനി വരാനിരിക്കുന്ന കേസുകളുണ്ട്. വരാനിരിക്കുന്ന കേസുകൾ ലൈഫ് മിഷൻ കേസ് CBI ഏറ്റെടുത്തെങ്കിലും അന്വേഷണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞത് ആ അർത്ഥത്തിൽ ശരിയാണ്. ഇന്നലെയും ഇന്നും നാളെയും CBIക്കെതിരെയാണ് CPM-ൻ്റെ നിലപാട്. അതവിടെ നിൽക്കട്ടെ. നവീൻ ബാബു കണ്ണൂർ ADM ആയിരുന്നു. തഹസീൽദാരായിരുന്ന കാലം മുതൽ ഡെപ്യൂട്ടി കളക്ടറായിരിക്കുന്ന കാലത്തും ADM ആയിരിക്കുന്ന കാലത്തും 100 കണക്കിന് ദുരൂഹ മരണങ്ങളിൽ ഇൻക്വസ്റ്റ് നടത്തിയ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം നടന്നപ്പോൾ ബന്ധുക്കളെ അറിയിക്കാനോ അവർക്ക് വേണ്ടി കാത്തു നിൽക്കാനോ പഞ്ചായത്തിൻ്റെ സാന്നിധ്യത്തിൽ, എന്ന് വെച്ചാൽ 5 പേരടങ്ങുന്ന പഞ്ചായത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്താനോ ആ ഇൻക്വസ്റ്റ് വിഷ്വലൈസ് ചെയ്യാനോ അത് വീഡിയോഗ്രാഫി ചെയ്യാനോ പോലീസ് തയ്യാറായില്ല. എന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു മെജിസ്റ്റീരിയൽ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ സംശയകരമായ സാഹചര്യത്തിൽ തൻ്റെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയാൽ തീർച്ചയായും ബന്ധുക്കൾ എത്തുന്നതുവരെ ഇൻക്വസ്റ്റിന് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട്. 2, അതെല്ലാം തന്നെ വീഡിയോഗ്രാഫി ചെയ്യേണ്ടതുണ്ട്. 3, വ്യത്യസ്ത മേഖലകളിലുള്ള 5 പേരുടെ സാന്നിധ്യത്തിലാവണം ഇൻക്വസ്റ്റ് നടത്തേണ്ടത്. അതും ഒരു കോടതിയുടെ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ. ഏത് മജിസ്റ്റീരിയൽ അധികാരമുള്ള ഉദ്യോഗസ്ഥനാണ് ഇൻക്വസ്റ്റിന് നേതൃത്വം നൽകിയത് എന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ മൃതദേഹം പ്രതി എന്ന് സംശയിക്കുന്ന പ്രതികളിൽ ഒരാളായ വ്യാജ ആരോപണം ഉന്നയിച്ച പ്രശാന്തും അതുപോലെ അറസ്റ്റിലായ ദിവ്യയുടെ ഭർത്താവും ജോലി ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകരുത് എന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നു, നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു, സ്ഥലം MLA ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ടും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് തന്നെ അയക്കാനും പോസ്റ്റ്മോർട്ടം നടത്താനും തീരുമാനം ആരെടുത്തു? എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ബന്ധുക്കൾക്ക് നൽകാത്തത്? ഇതെല്ലാം ഗുരുതരമായ ആരോപണങ്ങളാണ്. കാരണം വിവാദമായ യാത്രയയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ പ്രസംഗം നടത്തി ഇറങ്ങിപ്പോയ ശേഷം
തനിക്ക് നൽകിയ ഉപഹാരം പോലും സ്വീകരിക്കാതെ ക്വാർട്ടേഴ്സിലുള്ള വഴിക്ക് മുനീശ്വരൻ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇറങ്ങിപ്പോയ നവീൻ ബാബുവിനെ പിന്നെ കാണുന്നത് മരിച്ച നിലയിലാണ്. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ നിമിഷത്തെയും ചലനങ്ങൾ, അദ്ദേഹം എവിടെയെല്ലാം പോയി, ആരെയെല്ലാം കണ്ടു, ആരെല്ലാം അദ്ദേഹത്തെ വിളിച്ചു, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യയും സഹോദരനും പോലീസിന് പരാതി നൽകിയിരുന്നു. IPC അനുസരിച്ച് ഒരു പരാതി അത്തരത്തിൽ ലഭിച്ചാൽ തീർച്ചയായും കേസെടുക്കേണ്ടതുണ്ട്. ഇതുവരെ അത്തരം ഒരു കേസെടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ടെലഫോണുകൾ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഈ കോൾ ലിസ്റ്റുകൾ പരിശോധിക്കപ്പെട്ടിട്ടില്ല. ആരെല്ലാം വിളിച്ചു, ആരെയെല്ലാം അദ്ദേഹം അങ്ങോട്ട് വിളിച്ചു, ഇത്തരം കാര്യങ്ങളൊന്നും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല. അങ്ങനെ തുടക്കം മുതൽ ഈ 10-45 ദിവസത്തിനിടയിൽ ദുരൂഹത മാത്രമാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം നടന്ന കാര്യങ്ങൾ. അപ്പോഴാണ് MV ജയരാജൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറയുന്നത് അഴിമതിക്കാരനാണ് എന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട് നവീൻ ബാബുവിനെ കുറിച്ച്. അദ്ദേഹം സത്യസന്ധനാണെന്ന് പറയുന്ന മറ്റൊരു വിഭാഗവുമുണ്ട്. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ എന്നാണ്. അപ്പോൾ തള്ളാനും കൊള്ളാനും നിൽക്കണ്ട പാർട്ടി. ദിവ്യയെയും തള്ളണ്ട, നവീൻ ബാബുവിൻ്റെ കുടുംബത്തെയും തള്ളണ്ട, ഇരുകൂട്ടരെയും ഉൾക്കൊള്ളുകയും വേണ്ട എന്ന നിലപാടാണ് MV ജയരാജൻ പുറപ്പെടുവിച്ചത്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടറി ഉദയഭാനു അടക്കമുള്ളവർ ശക്തമായൊരു നിലപാട് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം നിലയുറപ്പിച്ചിരുന്നു. പക്ഷേ അടുത്ത കാലത്തായി മന്ത്രി വീണ ജോർജോ ഉദയഭാനുവോ ഒക്കെ തന്നെ നിശബ്ദരാണ്. എന്തുകൊണ്ട് അവർ നിശബ്ദരായി? അപ്പോൾ കണ്ണൂർ ആധിപത്യം, പാർട്ടിക്കുള്ളിലെ കണ്ണൂർ ആധിപത്യം, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും പാർട്ടിയും PP ദിവ്യയോടൊപ്പമാണ്. മറ്റൊന്ന്, മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട് ദിവ്യ ജയിലിൽ കിടന്ന സമയത്ത് അവിടെ സന്ദർശകരായി എത്തിയ ഏറ്റവും വലിയ VIP സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ്റെ ഭാര്യയാണ്. അപ്പോൾ നവീൻ ബാബുവിനോടൊപ്പമാണ് പാർട്ടി എന്ന് പറയുമ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ തന്നെ ജയിലിൽ പോയി കണ്ട് ദിവ്യയ്ക്ക് പിന്തുണ നൽകിയിരുന്നു. ഇപ്പോഴാകട്ടെ മാധ്യമങ്ങളിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ദിവ്യയുടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത്. ദിവ്യ ആരായിരുന്നു, ദിവ്യയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, ദിവ്യ ഏതെല്ലാം പദവികളിലെത്തിയിട്ടുണ്ട്, അങ്ങനെ തുടങ്ങി അവരുടെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് സഖാക്കൾ ഒരുപാട് പേർ രംഗത്ത് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആര് തന്നെ ആയിക്കോട്ടെ, ഒരു ക്രൈം ഉണ്ടായാൽ ആ ക്രൈമിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളെക്കുറിച്ച് അവരെ മഹത്വവൽക്കരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും ചേർന്നതല്ല. ഇനി എനിക്ക് പറയാനുള്ളത് ഈ നിഷ്പക്ഷത എന്ന കാപട്യത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഇക്കാര്യത്തിൽ തങ്ങൾ നിഷ്പക്ഷരാണെന്ന് ഭാവിക്കാനാണ് CPM ശ്രമിക്കുന്നത്. M മുകുന്ദൻ്റെ പ്രശസ്തമായ ഒരു കഥയുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡൽഹി 81 എന്നാണ് ആ കഥയുടെ പേര്. ആ കഥയിൽ ഡൽഹിയിലെ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് വെച്ച് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. അക്രമികളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവസാനം ഈ അക്രമികൾ ഈ കുട്ടിയെ പിച്ച് ചീന്തുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് പലരും അത് കണ്ടിട്ടും കാണാതെ നടന്നു പോകുന്നു. ആ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയൊരു പക്ഷി വന്ന് ഈ അക്രമികളെ കൊത്തുന്ന ഒരു ദൃശ്യമുണ്ട്. ആ പക്ഷി യഥാർത്ഥത്തിൽ ഈ വേട്ടയാടപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടിയോടൊപ്പം ആയിരുന്നു. അതുകൊണ്ടാണ് ആ പ്രതികളെ കൊത്താനുള്ള ഒരു ശ്രമം ആ പക്ഷി നടത്തിയത്. അപ്പോൾ ഏത് സംഭവത്തിലും നിഷ്പക്ഷത പാലിക്കാൻ ആർക്കും കഴിയില്ല. വേട്ടക്കാർ ഒരു ഭാഗത്ത്, ഇര മറുഭാഗത്ത്. ഒന്നുകിൽ ഇരയോടൊപ്പം, അല്ലെങ്കിൽ വേട്ടക്കാർക്കൊപ്പം, ഒന്നുകിൽ ദുരിതമനുഭവിക്കുന്ന ആളുകളോടൊപ്പം, സഫറിംഗ് പാർട്ടിയോടൊപ്പം. അങ്ങനെ മാത്രമല്ലേ നിലപാട് സ്വീകരിക്കാൻ പറ്റൂ. ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും 2 പെൺമക്കൾക്കുമാണ്.
7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ജയിലിൽ കിടന്നത് വലിയ ത്യാഗമായി പി ദിവ്യയെ കുറിച്ച് സഖാക്കൾ പറയുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടൊന്നും അല്ലല്ലോ ജയിലിൽ പോയത്, രാഷ്ട്രീയ സമരത്തിൻ്റെ ഭാഗമായിട്ടല്ലല്ലോ ജയിലിൽ പോയത്. കാരണം ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച് ഒരു ഉദ്യോഗസ്ഥനെ ആത്മഹത്യയിലേക്കാണെങ്കിൽ ആത്മഹത്യയിലേക്ക്, കൊലയിലേക്കാണെങ്കിൽ കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചത് അവരുടെ ആ ക്ഷണിക്കപ്പെടാതെയുള്ള രംഗപ്രവേശവും പ്രസംഗവുമായിരുന്നു എന്നത് അംഗീകരിക്കേണ്ടതാണ്. അതിനു പകരം നവീൻ ബാബു അഴിമതിക്കാരനാണോ അല്ലയോ എന്ന് സ്ഥാപിക്കാനുള്ള പോസ്റ്റ്മോർട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് പുറത്തുവിടാൻ പോലും കഴിയാതെ അദ്ദേഹം 32 കൊല്ലം 33 കൊല്ലം സർവീസിൽ ഇരുന്നപ്പോൾ എന്തെങ്കിലും ഒരു ആരോപണം ഉയർന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് പാർട്ടിയും ഭരണകൂടവും. മറ്റൊന്ന്, ഇതിലെല്ലാം തന്നെ ആരോപണ വിധേയനായി നിൽക്കുന്ന ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ എന്ന് പറയുന്ന ജില്ലാ കളക്ടർ തുടക്കം മുതൽ ഇപ്പോൾ വരെയും ആരോപണ വിധേയനാണ്, സംശയത്തിൻ്റെ നിഴലിലാണ്. കാരണം അദ്ദേഹം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊരു കത്തെഴുതി. സത്യസന്ധനായിരുന്നു, എന്ത് കാര്യവും വിശ്വസിച്ചേൽപ്പിക്കാവുന്ന ആളായിരുന്നു. ഈ മരണം അറിഞ്ഞതോടുകൂടി, ഇത് സംഭവിച്ചതോടുകൂടി എൻ്റെ മനസ്സിലാകെ ഇരുട്ട് കയറിയിരിക്കുകയാണ് എന്നാണ് കളക്ടർ വീട്ടുകാർക്ക് നൽകിയ കത്ത്. അതുപോലെ തന്നെ അന്വേഷിക്കാനെത്തിയ റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീതയ്ക്ക് നൽകിയ മൊഴിയിലും ഇദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചാണ് കളക്ടർ മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ ഏറ്റവും ഒടുവിൽ പോലീസിന് നൽകിയ മൊഴിയിൽ തെറ്റ് പറ്റി എന്ന് നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയതായി കളക്ടർ മൊഴി നൽകി. എന്തായിരുന്നു കുറ്റസമ്മതം? എന്തിനെക്കുറിച്ചായിരുന്നു കുറ്റസമ്മതം? ഈ പറയുന്ന ജില്ലാ കളക്ടറെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സ്വീകരിച്ചിരുത്തിയതും യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുത്തതും തെറ്റായിപ്പോയി എന്നാവില്ലേ ആ മനുഷ്യൻ പറഞ്ഞത്? അതിനെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കണോ? അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കൈക്കൂലി നൽകി എന്ന് പറയുന്ന പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് നൽകി എന്ന് പറയുന്ന വ്യാജ പരാതി, 2 ഒപ്പുണ്ട് എന്ന് പറയുന്ന, അതായത് നമ്മുടെ നാട്ടിലൊരു കഥയുണ്ട്. കാരണം ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് മറ്റൊരു സുഹൃത്തി എന്നപ്പോൾ അച്ഛൻ പറമ്പിൽ തെങ്ങിന് ചുവട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അയൽക്കാരനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അതാണ് അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പോൾ 2 അച്ഛൻ ഉണ്ടെന്നാണ് ഒരർത്ഥത്തിൽ ആ മനുഷ്യൻ പറഞ്ഞത്. അതുപോലെ 2 ഒപ്പുണ്ട് എന്ന പ്രസ്താവന ആദ്യമായി കേൾക്കുകയാണ്. അപ്പോൾ പ്രശാന്തിൻ്റെ ഈ സംഭവത്തിലെ പങ്കിനെക്കുറിച്ച്, പ്രശാന്തിൻ്റെ വ്യാജ പരാതിയെക്കുറിച്ച്, ഈ മരണം സംഭവിച്ചതിന് ശേഷം എഴുതി എന്ന് പറയുന്ന പരാതിയെക്കുറിച്ച്, ആ പരാതി രൂപപ്പെടുത്തിയത് AKG സെന്ററിലാണെന്ന ആരോപണത്തെക്കുറിച്ച് ഒന്നും തന്നെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സംശയത്തിൻ്റെ നിഴലിലാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ പാർട്ടി ഉൾപ്പെടെ നിൽക്കുന്നത്. മറ്റൊരു വിഷയം, ഈ തെറ്റുപറ്റി എന്ന് കുറ്റസമ്മതം നടത്തി, നവീൻ ബാബു തന്നോട് കുറ്റസമ്മതം നടത്തി എന്ന് കളക്ടർ പറയുന്നതിന് തൊട്ട് മുമ്പ് പിണറായിയിലെ കുടുംബ വീട്ടിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന സമയത്ത് ഈ ജില്ലാ കളക്ടർ മുഖ്യമന്ത്രിയെ സന്ദർശിക്കുകയും ഒരു ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. എന്തായിരുന്നു ആ ചർച്ച എന്നതും ഇപ്പോൾ സംശയകരമാണ്. മറ്റൊന്ന്, ഈ മരണം നടന്നപ്പോൾ റവന്യൂ വകുപ്പിനുണ്ടായ നഷ്ടത്തെക്കുറിച്ച് കണ്ണീരോടെ പറഞ്ഞ റവന്യൂ മന്ത്രി രാജൻ, മൃതദേഹത്തോടൊപ്പവും ശവസംസ്കാര ചടങ്ങിലും മൃതദേഹം ചിതയിലേക്ക് ചുമന്ന് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത റവന്യൂ മന്ത്രി ഇപ്പം നിശബ്ദനാണ്. റവന്യൂ മന്ത്രിയുടെ വാക്കുകൾക്ക് പുല്ല് വില പോലും ഇല്ല എന്നുണ്ടോ? എന്തുകൊണ്ടാണ് ആരോപണ വിധേയനായ സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്ന ജില്ലാ കളക്ടറെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്താൻ പോലും ശ്രമിക്കാത്തത്? CBI അന്വേഷണം വേണമെന്ന നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം കോടതി അംഗീകരിച്ചാൽ ഈ പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കും.